വീക്കസ്റ്റ് ടീം ഓഫ് ദിസ് IPL സീസണിനോട് തോക്കുന്ന ടീമിനെ, അത് സ്വന്തം ഹോമിൽ തോക്കുന്ന ടീമിനെ എന്ത് വിളിക്കണം? എൻ്റെ ഒരു കണക്കിൽ അറ്റ് ദ മൊമെന്റ് ചെന്നൈ സൂപ്പർ കിങ്സ് ഈസ് ദ വീക്കസ്റ്റ് ടീം ഓഫ് ദിസ് IPL സീസൺ. ആ ടീമിനോട് സ്വന്തം ഹോമിൽ തോറ്റ ടീമാണ് ലക്നോ സൂപ്പർ ജയൻസ്. സോ പ്രിവ്യൂയിങ് മാച്ച് നമ്പർ 36, ഇറ്റ്സ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ലക്നോ സൂപ്പർ ജയൻസ്. മത്സരം നടക്കുന്നത് രാജസ്ഥാൻ്റെ ഹോമിലാണ്. മത്സരം ജയ്പൂരിലാണ് നടക്കുന്നത്. അഗെയിൻ ഒരു ടോസ് അഡ്വാൻറ്റേജ് ഉള്ള പിച്ചാണ്. അതായത് ഹൂവർ ചേസിങ് ഹാസ് ആൻ അഡ്വാൻറ്റേജ്. അതായത് ഫസ്റ്റ് ഇന്നിങ്സ് സ്ലോ ആയിട്ട് പിന്നെ സെക്കൻഡ് ഇന്നിങ്സ് ആകുമ്പോൾ ബാറ്റിങ്ങിന് എയ്ഡ് വരുന്ന ഒരു ടൈപ്പ് പിച്ച്. സോ അതുകൊണ്ട് തന്നെ ഹൂവർ വിന്നിങ് ദ ടോസ് ഈസ് ഗോയിങ് ടു ചേസ് വിത്തൗട്ട് എ ഡൗട്ട്. ബട്ട് റിഗാർഡിങ് ദ വിന്നർ, ഐ എം എക്സ്പെക്ടിങ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സഞ്ജു സാംസൺസ് ഫിറ്റ്നസ്. അതായത് സഞ്ജു സാംസൺ ഇന്ന് ഫിറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് മാച്ച് ഇഞ്ചുവേർഡ് അയാൾ, അപ്പോൾ ആ ഇഞ്ചുറി കാരണം ആൾ ഇന്ന് കളിക്കുന്നില്ലേ എന്നുള്ളതിലൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ സഞ്ജു ഫിറ്റ് ആണെങ്കിൽ ഹിൽ ബി ലീഡിങ് ദ സൈഡ് ഒക്കെ. So if he is leading, I'm expecting Rajasthan Royals to win, and if he is not, I'm expecting Lucknow Super Giants to win. So it solely depends upon Sanju Samson's fitness. It's basically regarding the bowling and everything, Rajasthan is slightly better team than Lucknow Super Giants എന്ന് പറയേണ്ടി വരും. Lucknow has batting, പക്ഷെ അവരുടെ bowling is still a mess. So when compared to other teams, Rajasthan has a better bowlers. ആൻഡ് ബാറ്റിംഗ് എന്ന് വെച്ചാൽ സഞ്ജു സാംസന്റെ ലീഡർഷിപ്പും കൂടി ഉണ്ടെങ്കിൽ ദേ മൈറ്റ് ബി എബിൾ ടു വിൻ. അല്ലാതെ റിയാൻ പരാഗിനെ കൊണ്ട് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇഫ് സഞ്ജു ഇസ് പ്ലേയിങ്, രാജസ്ഥാൻ വിന്നിങ്. ഇഫ് നോട്ട്, ലക്നോ ഇസ് വിന്നിങ്. സഞ്ജു ഇസ് ക്യാപ്റ്റനിങ്. ഓക്കെ, ഇമ്പാക്ട് പ്ലെയർ ഡസൻ കൗണ്ട്. സോ റിഗാർഡിംഗ് ദ പ്ലേയേഴ്സ്, ബാറ്റിംഗ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. സോ ബാറ്റേഴ്സിന് ഇടാം. സോ ലക്നോവിൻ്റെ ബാറ്റേഴ്സിന് അല്ലാതെ വേറെ ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട് എടുക്കാൻ, മേ ബി ദിഗ്വേഷ്, അല്ലാണ്ട് വേറെ ആരും പിക്ക് ചെയ്യാൻ പറ്റിയൊരു ചോയ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രാജസ്ഥാനാണെങ്കിലും batting jayaswal is doing well nowadays. So what do you think? Let me know in the comments.